ഹായ് കൂട്ടുകാരെ, എന്താണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഷംസീറാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭീകരവും എന്നാൽ അതിശയകരവുമായ ഒരു സാമ്രാജ്യത്തെ കുറിച്ചാണ്. ഏകദേശം 14 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമി അടക്കി വാണിരുന്ന ഡൈനോസറുകൾ. സത്യത്തിൽ മനുഷ്യരായ നമ്മളൊക്കെ ഈ ഭൂമിയിൽ വന്നിട്ട് എത്ര കാലമായി? വെറും തുച്ഛമായ കാലം മാത്രം. എന്നാൽ നമുക്ക് മുൻപ് കോടിക്കണക്കിന് വർഷങ്ങൾ ഈ മണ്ണിൽ രാജാക്കന്മാരായി വാണത് ഇവരാണ്. നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ സിറ്റികളോ റോഡുകളോ ഒന്നുമില്ലാത്ത ഒരു കാലം. മരങ്ങൾക്കെല്ലാം 10 നില കെട്ടിടത്തിന്റെ ഉയരം. അവിടെ ആകാശത്തോളം ഉയരമുള്ള കഴുത്തുകളുമായി നടന്നു നീങ്ങുന്ന ഭീമാകാരന്മാരായ ഡൈനോസറുകൾ. നമ്മൾ ഇന്ന് കാണുന്ന ഈ ആനയും സിംഹവുമൊക്കെ അവരുടെ മുൻപിൽ വെറും പൂച്ചക്കുട്ടികളെ പോലെ തോന്നിപ്പോകും. ഈ ലോകം അവർക്ക് മാത്രമുള്ളതായിരുന്നു. കടലിലും കരയിലും ആകാശത്തും അവർ അല്ലാതെ മറ്റൊരു ശക്തിയും അന്ന് ഉണ്ടായിരുന്നില്ല. മറ്റുള്ള ചെറിയ മൃഗങ്ങളെ ഒന്നിനെയും ജീവിക്കാൻ സമ്മതിക്കാതെ എല്ലാം കടിച്ചു കീറി വശത്താക്കി അവർ ഭൂമിയുടെ അധിപന്മാരായി നടന്നു. പ്രത്യേകിച്ച് നമ്മൾ ടീറെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഭീകരന്റെ ഒരു ഗർജനം കേട്ടാൽ കിലോമീറ്ററുകൾ ദൂരെയുള്ള ജീവികൾ വരെ പേടിച്ചു വിറക്കുമായിരുന്നു. റെയിൽവേ പാളത്തിലെ കഷ്ണങ്ങളെപ്പോലെ വലിപ്പമുള്ള പല്ലുകൾ, ഒരു കാറിനെ കടിച്ചു ചതയ്ക്കാൻ പാകത്തിന് കരുത്തുള്ള താടിയെല്ലുകൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിക്കുന്ന കൊലയാളി മെഷീൻ തന്നെയായിരുന്നു അവൻ. പക്ഷേ ഇത്രയും കരുത്തരായ, ഭൂമിയെ വിറപ്പിച്ചിരുന്ന ഇവർ എങ്ങനെയാണ് ഒന്നുമല്ലാതെ ഇല്ലാതായിപ്പോയത്? എങ്ങനെയാണ് ആ മഹാസാമ്രാജ്യം വെറും എല്ലിൻ കഷണങ്ങളായി മണ്ണിലൊടുങ്ങിയത്? അതൊരു സിനിമയേക്കാൾ ഭീകരമായ കഥയാണ്. എല്ലാം ശാന്തമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. ഡൈനോസറുകൾ അവരുടെ സാമ്രാജ്യത്തിൽ ആരെയും പേടിക്കാതെ വാഴുന്ന സമയം. പെട്ടെന്നാണ് ആകാശത്ത് അസാധാരണമായ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുന്നത്. നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുള്ള, സൂര്യനേക്കാൾ വലുപ്പമുള്ള ഒരു തീഗോളം ഭൂമിയെ ലക്ഷ്യം വെച്ച് പാഞ്ഞു വരികയായിരുന്നു. അതൊരു ചെറിയ കല്ലായിരുന്നില്ല. ഒരു വലിയ നഗരത്തിന്റെ അത്രയും വലിപ്പമുള്ള, കിലോമീറ്ററുകൾ നീളമുള്ള ഒരു ഭീമൻ ഉൽക്കയായിരുന്നു അത്. സെക്കൻഡിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ആ ഉൽക്ക വന്ന് പതിച്ചത് മെക്സിക്കോയിലെ സമുദ്രത്തിലാണ്. ഒരു നിമിഷം കൊണ്ട് ഭൂമി ഒന്ന് അലറി വിളിച്ചു. ലക്ഷക്കണക്കിന് അണുബോംബുകൾ ഒരുമിച്ച് പൊട്ടിയാലുണ്ടാകുന്ന അത്രയും പ്രഹരശേഷിയായിരുന്നു ആ വീഴ്ചയ്ക്ക്. ഭൂമിയിലെ സമുദ്രങ്ങൾ ഇളകിമറിഞ്ഞു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ സുനാമി തിരമാലകൾ കരയിലേക്ക് ഇരച്ചുകയറി. ഭൂമിയിലുണ്ടായിരുന്ന സകല അഗ്നിപർവ്വതങ്ങളും ഒരേസമയം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ലാവകൾ പുഴപോലെ ഒഴുകി. വായുവിൽ മുഴുവൻ വിഷപ്പുകയും ചാരവും നിറഞ്ഞു. പക്ഷേ യഥാർത്ഥ ദുരന്തം അതുകൊണ്ടും തീർന്നില്ല. ആ ഉൽക്ക വീണപ്പോൾ ഉണ്ടായ പൊടിപടലങ്ങളും പുകയും ആകാശത്തെ മൊത്തം മൂടിക്കളഞ്ഞു. ഏകദേശം 1 വർഷത്തോളം സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തിയില്ല. ഭൂമി ഇരുട്ടിലായി. വെളിച്ചമില്ലാതായതോടെ മരങ്ങളും ചെടികളും ഒന്നൊന്നായി ഉണങ്ങി നശിച്ചു. അതോടെ ഭക്ഷണശൃംഖല തകർന്നു. ആദ്യം സസ്യബുക്കുകളായ ഡൈനോസറുകൾ പട്ടിണി കിടന്നു ചത്തു. അവർക്ക് പിന്നാലെ അവരെ വേട്ടയാടിയിരുന്ന ടീറെക്സിനെ പോലുള്ള മാംസബുക്കുകളും ഭക്ഷണ കിട്ടാതെ ഒന്നൊന്നായി ഇല്ലാതായി. ഭൂമി അന്നുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ വംശനാശമായിരുന്നു അത്. പ്രകൃതിക്ക് മുൻപിൽ എത്ര വലിയ രാജാവായ